ഇത് നല്ല ഫ്രഷ് ഞണ്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. പിടിച്ചപ്പം തന്നെ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാനത് കിട്ടിയ ഉടനെ തന്നെ വലിയ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് അത് വേഗം തന്നെ നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കാലൊന്നും പൊട്ടിച്ചിട്ടില്ല. അപ്പം ഞാൻ കാലൊക്കെ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി ഒന്ന് റെഡിയായി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അന്നേരം എൻ്റെ കൈമലൊന്നും കടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇട്ടു. പിന്നെ രജുവരനാണ് റെഡിയാക്കി തന്നത്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി അതൊക്കെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുത്തു. പിന്നെ അതേ കുറച്ച് വേപ്പിൻ്റെ ഇല ഇത് കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3 സവാള അതും ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി വാടി പൊടികളെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ ഞണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഞണ്ട് നന്നായി വെന്തിട്ടുണ്ടാവും. പിന്നെ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു പനിയൊക്കെ പിടിച്ചു. പനിയൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇയർ ബാലൻസിന് കുറച്ച് പ്രശ്നം ഉണ്ടായിട്ട് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ദേ നമ്മുടെ ഞണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ദേ എനിക്ക് നല്ല വിശപ്പ്. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ട് വേഗം